ഭാഗം 8. കുടുക്കയിലെ പൈസ എടുത്ത് നോക്കാനും ഫോൺ വാങ്ങാനും ഉമ്മ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് പാർസൽ വന്നത്. നൈസു, ഇതെവിടുന്ന വന്നേക്കുന്നത്? എനിക്കറിയില്ല എൻ്റെ ഉമ്മച്ചി, തുറന്നു നോക്കട്ടെ. പരിഭ്രമത്തോടെ അവൾ ആ ബോക്സ് തുറന്നപ്പോൾ പുതിയൊരു ഫോണിൻ്റെ കൂടെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. ഹായ് നഫീസ, എൻ്റെ ഒരു ശ്രദ്ധക്കുറവിൽ പ്രശ്നം നേരിട്ടതിന് ഒരു പരിഹാരം. പഠിക്കാൻ മിടുക്കിയായ ഫോണില്ലാത്ത കുട്ടിക്ക് ഒരു ഫോൺ. സിം ഇട്ടിട്ടില്ല, അത് താൻ ഒരെണ്ണം എടുത്തിട്ടോളൂ ട്ടോ. ഫ്രം മൂസിൻ അക്ബർ. അവളുടെ കണ്ണുകൾ മിടിഞ്ഞു. മൂസിൻ സർ? എന്തിന്? ഉമ്മ ക്രോസ് വിസ്താരം തുടങ്ങിക്കഴിഞ്ഞു. എന്ത് പ്രായമുള്ള ആളാണ്? സ്വഭാവം എങ്ങനെ? നിനക്ക് വേണ്ടി 10,000 മുടക്കാൻ എന്ത് ബന്ധമാണ്? എന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഉമ്മ. എൻ്റെ ഉമ്മച്ചി, ഞാൻ കണ്ടിട്ട് പോലുമില്ല ഈ സാറിനെ. ആകെ വിളിച്ചത് അന്ന് അറ്റൻഡൻസിന് പ്രശ്നം വന്നപ്പോളാ. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞതാ. അന്ന് ഒരു കൊച്ചു ഉപ്പാന്ന് വിളിക്കുന്ന കേട്ടായിരുന്നു. നിസ്സഹായതയോടെ പറഞ്ഞിട്ട് അവൾ പോയി സിയാനോട് ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞു. സംഭവം അറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ തുടിച്ചു. ഇവിടെ അങ്ങേർക്ക് ഒരു ആരാധിക ഉണ്ടായിരുന്നത് ഞാനാണ് എൻ്റെ അമ്മായി. ഞാൻ വേണേൽ ഒന്ന് നോക്കിയേനെ. തമാശയോടെ അന്തരീക്ഷത്തിൽ അയവുവരുത്താൻ ശ്രമിച്ചു. മൂസിൻ സാറിൻ്റെ നമ്പറിൽ വിളിക്കുമ്പോൾ ഉമ്മ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അവൾ ഫോൺ സ്പീക്കറിലിട്ട് വെച്ചു. ഹലോ സർ, ഞാൻ. മനസ്സിലായി, നഫീസ. ഞാൻ ഇങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചിരുന്നു. അത് കേട്ടപ്പോൾ ഉമ്മാടെ മുഖം വിളർന്നത് കണ്ട് അവൾക്ക് പേടിയായി. സർ, എന്തിനാണ്? താൻ എന്തിനാ പേടിക്കുന്നേ? കഴിഞ്ഞ സെമിസ്റ്റർ റിസൾട്ട് വന്നിട്ടുണ്ട്, അറിഞ്ഞോ? ഹേയ് ഇല്ല സർ. എന്നാൽ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാഴ്ച മുന്നേ അറിഞ്ഞിരുന്നു. യൂണിവേഴ്സിറ്റി ടോപ്പറാണ് എൻ്റെ സ്റ്റുഡൻറ് നഫീസത്തുൽ മിശ്രിയ എന്നും പറഞ്ഞ് സിയ അവളെ പിടിച്ച് വട്ടം ചുറ്റി. ഹലോ, ഹരുദേർ? നഫീസ? യെസ് യെസ് സർ എന്ന് സിയാനെ കാട്ടിട്ട് അവൾ ഉമ്മാനെ നോക്കി. അവരുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലാണെന്ന് കണ്ട് അവൾക്ക് സഹതാപം തോന്നി. സ്വന്തമായിട്ട് ഇല്ലാത്ത സൗകര്യം ഉണ്ടാക്കി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നഫീസക്ക് എൻ്റെ വക ഒരു സമ്മാനം, അത്രേ ഉള്ളൂ. സർ, എൻ്റെ ഉമ്മച്ചിക്കൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ ഉമ്മായിക്ക് നേരെ നീട്ടി. അവർ അമ്പരപ്പോടെ ഫോൺ കയ്യിൽ വാങ്ങി. സിയ വേണ്ടായിരുന്നില്ലെന്ന് കണ്ണുകൾ കാട്ടി. അമ്മായി എന്ത് തരത്തിലാണ് ചോദിക്കുന്നതെന്ന് ഒരു ഊഹമില്ലല്ലോ. ഹലോ, എന്താണുമ്മ? മോൾക്ക് 6 ഫോണും അയച്ചു കൊടുത്തു എന്നുള്ള പേടിയാണോ? അതെ സർ, ബാപ്പ ഇല്ലാത്ത കൊച്ച. കെട്ടിച്ച് വിടുന്നവരെ ഹാദിയാണ്. ആരെയും പേടിക്കാനുമില്ലല്ലോ. അപ്പോൾ ഒരു ഫോണൊക്കെ വാങ്ങി കയ്യിൽ കൊടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ. പിന്നെ ഇവൾക്ക് ഇതയച്ച സാറിൻ്റെ ഉദ്ദേശവും അറിയില്ലല്ലോ. നശിപ്പിച്ചു എന്ന് സിയ കൈ ചുരുട്ടിയപ്പോൾ മിശ്രിയ ചിരിച്ചതേ ഉള്ളൂ. ഉമ്മയുടെ സംശയങ്ങൾ ഉമ്മ തന്നെ തീർക്കട്ടെ. ഉമ്മ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട്. അവൾ ആരെയും പേടിക്കാതെ വഴിതെറ്റാനായിരുന്നേൽ ഫോണൊന്നും വേണ്ടാതിന് അല്ലാതെ തന്നെ പോയേനെ. അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ സംശയിക്കാതെ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പഠിക്കാനുള്ളത് കൂടുതലും വാട്സാപ്പിലും ടെലിഗ്രാമിലും ഒക്കെയാ വരുന്നത്. പിന്നെ ക്ലാസ്സും. സിയാൻ്റെ കൂടെ എപ്പോൾ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. അയാൾ ഒരുപാട് സംശയമുള്ള കുട്ടിയാ. കോളേജിൽ ലാബിൽ ചെന്നിരുന്ന് സെർച്ച് ചെയ്യുന്നതൊക്കെ പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ആ കൊച്ചിൻ്റെ പഠിത്തത്തിന് വലിയ ഒരു സഹായമാകും ഈ ഫോണിപ്പോൾ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയാകുമ്പോൾ ഈ ക്യാഷ് ഞാൻ തിരിച്ചു മേടിച്ചോളാം. അതുപോരെ? പിന്നെ എൻ്റെ ഉദ്ദേശം, ഞാൻ നഫീസയെ കണ്ടിട്ട് പോലുമില്ല ഒരിക്കലും. ശബ്ദം പോലും കേൾക്കുന്ന അന്ന് ആ അറ്റൻഡൻസിൻ്റെ പേരിൽ വിളിച്ച് കരയുമ്പോഴാണ്. എൻ്റെ ഉമ്മാക്ക് ജനിക്കാതെ പോയ മോളാണ്. ഒരിക്കലും ഞാൻ അയാളെ വഴിതെറ്റിക്കില്ല. അവൾക്ക് ഒരു സഹോദരൻ്റെ സ്ഥാനത്തന്നെ കരുതിയാൽ മതി. വേറെ ഒരു തരത്തിൽ ഞാൻ ചിന്തിക്കില്ലെന്നും അവളെ കൊണ്ട് ചിന്തിക്കാൻ ഇടവരുത്തില്ലെന്നും ഞാൻ ഉറപ്പ് തരുന്നു ഉമ്മാക്ക്. മതിയോ? മതി സർ. സിയ കൈയടിച്ചു പോയി കേട്ടിട്ട്. ഫോൺ അവളെ കയ്യിൽ കൊടുത്തിട്ട് അവർ അകത്തേക്ക് പോയി. ഉമ്മാടെ മുഖത്തെ തെളിച്ചം കണ്ടപ്പോൾ മിശ്രിയാക്ക് സാറിനോട് വലിയ ബഹുമാനം തോന്നി. ഒരിക്കലും നേരിട്ട് കാണാഞ്ഞിട്ടും തന്നെ വിശ്വസിക്കുന്നതിൽ നന്ദി. സിയ ബക്കർ? ഫോണിലൂടെ വിളിക്കുന്ന കേട്ട് രണ്ടാളും ഒന്ന് നെട്ടി. ഹാ സർ? ആദ്യം താൻ ആ സ്പീക്കർ ഓഫ് ചെയ്തേ. ഒരു നിമിഷം സിയായും മിശ്രിയായും പരസ്പരം നോക്കി.
എന്തൊക്കെയോ പ്രതീക്ഷകൾ നാം ഇടുന്നു. സ്പീക്കറിലായിരുന്നുവെന്ന് സാറിനെങ്ങനെ മനസ്സിലായി? സിയയുടെ സ്വരം പതിഞ്ഞുപോയി. തൻ്റെ ബഹളം കേട്ടപ്പോൾ മനസ്സിലായി. അവൾ ഒരു ചമ്മലോടെ ചിരിച്ചു. ഒരു സൈഡിൽ നിന്ന് മിശ്രയും ചിരി കൂർപ്പിച്ചിരിക്കുമായിരുന്നു. തനിക്കെന്താ എൻ്റെ സബ്ജക്റ്റിൽ മാത്രം കൂടുതൽ മാർക്ക്? അത് സർ, നോക്കൂ സിയ, താൻ ഓഫീസിൽ എൻ്റെ ഫോട്ടോ അന്വേഷിച്ച് ചെന്നതൊക്കെ ഞാൻ അറിഞ്ഞു. നഫീസത്തുൽ മിശ്രിയാൻ്റെ പോലെ തന്നെയാണ് താനും എനിക്ക്. ഇൻഫാക്റ്റ് താൻ അവൾക്ക് വേണ്ടി ചൂടായത് കണ്ടപ്പോൾ ഒരു റിയൽ ഫ്രണ്ടിനെ ഞാൻ കണ്ടു. ഞാൻ മാരീഡാണ്, 2 കുട്ടികളുടെ ഉപ്പയുമാണ്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ 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 സർ. ഫോൺ കട്ട് ചെയ്തപ്പോൾ സിയാൻ്റെ മുഖം കണ്ട് മിശ്രിയ ചിരിച്ചു. ചിരിച്ചോ? പൊന്നങ്ങളെ കളിയാക്കിയപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ. ഛേ, നാണം കെട്ടു. അവൾ പൊന്നാങ്ങളെന്ന് പറഞ്ഞത് കേട്ട് മിശ്രിയക്ക് സന്തോഷമായി. ശരിക്കും ഉമ്മാനെ ഇത്രയും നന്നായി ആരും കൺവിൻസ് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് അവൾക്ക് തോന്നി. അന്ന് തന്നെ ഉമ്മാൻ്റെ ഐഡിയിൽ ഒരു സിം എടുത്ത് ഫോൺ സെറ്റാക്കി. ആദ്യം സേവ് ചെയ്തതും സാറിൻ്റെ നമ്പറാണ്. ഇന്നത്തെ ഞായറാഴ്ച സൽമൂൻ്റെ കല്യാണമാണ്. മുജീബ് അവൾക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തിരുന്നു കല്യാണം കൂടാൻ. കല്യാണം തലേന്നാണ് മാമ പറയുന്നത്. ഞാനും മുജീബും അജുവിനെ പോയി കണ്ടിരുന്നു. കല്യാണം വിളിച്ചിട്ടുണ്ട്. നീയും വിളിച്ച് പറയണം. ഉമ്മച്ചി കണ്ടാൽ അറിയട്ടെ. ഇനി ഇതും വല്ലവരും പറഞ്ഞറിയണ്ട. അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഉമ്മാനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെയും പ്രശ്നത്തിലാകാൻ താല്പര്യമില്ല. കല്യാണം ദിവസം അവൾ ഓഡിറ്റോറിയത്തിൽ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോഴാണ് മുനീർ അടുത്തേക്ക് വന്നത്. എന്താ മിശ്രിയ വിശേഷങ്ങൾ? സുഖം. മുനീർക്കാക്കോ? ഹാ, നന്നായിരിക്കുന്നു. ഹാ, കല്യാണമായില്ലേ? അവൾ ആദ്യം ചോദിച്ചത്. എൻ്റെ കല്യാണം നടക്കത്തിൽ അത്ര വിഷമമാണോ തനിക്ക്? അവൻ ചിരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അവൾ ചിരിച്ചു. സത്യമായിട്ടും അതെ. ഇക്കാക്കാൻ്റെ കല്യാണം നടക്കാത്തോണ്ട് എന്ത് കാര്യത്തിൽ ഉടക്കിയാലും ഉമ്മ അപ്പോൾ മുനീർക്കാൻ്റെ വാപ്പാനെ വിളിക്കാൻ പോവും. ഹാ, അതെന്തിന്? എനിക്ക് കല്യാണത്തിൽ സമ്മതമെന്ന് പറയാൻ എന്നവൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ ചുറ്റും നോക്കി. ഞാനിങ്ങനെ നിൽക്കുന്ന കൊണ്ടല്ലേ നിനക്ക് വേറെ ആലോചനയൊന്നും വരാത്തേ? അല്ലേ പണ്ടേ അവർ നിന്നെ കടത്തി വിട്ടേനെ. അപ്പോൾ എനിക്ക് വേണ്ടിയാണോ ഇക്ക കല്യാണം കഴിക്കാത്തെ? ഹാ, അങ്ങനെയും പറയാം. നിന്റെ പഠിത്തം തീർന്നവരെ ഒരു മറയായിട്ട് ഞാനുള്ളത് നല്ലതല്ലേ? അങ്ങനെ എനിക്ക് വേണ്ടി കാത്തിരുന്നാൽ അത് ശരിയാവില്ല. അവൾക്ക് ഒരു പിടപ്പ് തോന്നി നെഞ്ചിൽ. തനിക്ക് എന്നോടെന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? പെട്ടെന്നായിരുന്നു ചോദ്യം. ഇല്ല, പക്ഷേ കല്യാണം കഴിക്കാൻ പറയരുത് പ്ലീസ്. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. എന്തേ, എവിടെയെങ്കിലും അഫെയറായോ? ഹേയ്. അവൻ്റെ ഭാവമാറ്റത്തിൽ അവൾക്ക് സംശയം തോന്നി. ഇക്കാൻ്റെ ബാപ്പ ആ സ്ഥലമാണ് മനസ്സിൽ കണ്ടേക്കുന്നത്. അത് പണിയാകും. ഉമ്മാനെ ഇടങ്ങീറാക്കുന്ന ഒരു ബന്ധവും എനിക്ക് വേണ്ട ഇക്ക. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് മരുമകളായി വരാൻ ഇഷ്ടപ്പെടുന്നില്ല. പോട്ടെ, അപ്പോൾ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും വിളിച്ചാൽ വരുമോ? അവൻ്റെ ഭാവം കണ്ട് അവൾക്ക് പേടി തോന്നി. ഹേയ്, ഇങ്ങനെയൊക്കെ പറയല്ലേ പ്ലീസ്. എന്നെ പെങ്ങളെ പോലെയെന്ന് കണ്ടേക്കുന്നൊക്കെയല്ലേ പറഞ്ഞത്. അവളെ സ്വരം ദയനീയമായി. ആണല്ലോ, പിന്നെന്തിനാടി കൊച്ചേ അവർ എന്നെ കൊണ്ട് കെട്ടിക്കുന്നു പറയുമ്പോൾ നീ ടെൻഷനാവുന്നേ? ഞാനല്ലേ കെട്ടേണ്ടേ? അവൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വീണ്ടും ചിരിയാണവന്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇക്ക. അവളെ തലയിലൊന്ന് കൊട്ടിയിട്ട് അവൻ ഒന്നുകൂടെ ചിരിച്ചു. നിന്നെ കെട്ടാതിരിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. സിയ. ഹേ? മിശ്രിയ കണ്ണുമിടിച്ചു. ഉള്ളിലൊരു ഇഷ്ടം തോന്നിയതാ, പറയാൻ കഴിഞ്ഞില്ല. നിന്നെ കെട്ടേണ്ടി വന്നാൽ അവളെ എപ്പോഴും കാണേണ്ടി വരും. അതുകൊണ്ട് മോൾ പേടിക്കണ്ട. ആരെ കെട്ടേണ്ടി വന്നാലും നിന്നെയില്ല. അവൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും വൈകിയില്ലല്ലോ. വീട്ടിൽ പറഞ്ഞൂടെ? വാപ്പാക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു. അവൾ പിന്നെയൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, അവിടെ ഉമ്മായും മുനീറിൻ്റെ ഉമ്മായും പെങ്ങന്മാരൊക്കെ താങ്കളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഇതിപ്പോൾ അവിടെ ഉറപ്പിച്ച മട്ടുണ്ട്. അവൾ പിറുപിറുത്തപ്പോൾ അവൻ ചിരിച്ചു. അപ്പോഴാണ് അജു അടുത്തേക്ക് വന്നത്. ഹാ, നീ എങ്ങനെ വന്നു? സുജാക്കൻ്റെ കൂടെ. ഇത് അവളോടൊപ്പം പൊക്കമുള്ള ആ പയ്യനെ മുനീർ സംശയത്തിൽ നോക്കി.
ഹാ, ഇതെൻ്റെ ആങ്ങളെയാണ്. അവൾ പറഞ്ഞപ്പോൾ മുനീറിന് മനസ്സിലായില്ല. ചെറിയൊരു കഥയാക്കി പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ അജുവിന് നേരെ കൈനീട്ടി. ഹായ്, ഇക്കാനെ എനിക്കറിയാം. നജിമ ബേക്കറിയിലല്ലേ? മുജീബ്ക്ക പറഞ്ഞു ഇത്താനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന്. എൻ്റെ പൊന്നൂ, മിശ്രിയ തലയ്ക്ക് കൈ കൊടുത്തു. അപ്പോളാണ് ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകുന്ന സൈനുത്താനെ കണ്ടത്. ഒരു മറുപടി കൊടുക്കണമല്ലോ എന്നോർത്ത് നിൽക്കുമ്പോൾ തൊട്ട അപ്പുറത്ത് ഉമ്മ നിൽക്കുന്നു. ഈ ഉമ്മാക്ക് മതിയായില്ലേ എന്നോർത്ത് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരെ സംസാരം കേട്ടത്. മോൾക്ക് പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തു അല്ലേ കൈജു? ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്ന കണ്ടായിരുന്നല്ലോ. സൂക്ഷിക്കണേട്ടോ, 2 ചെറുക്കന്മാരുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന കണ്ടായിരുന്നു. ഇപ്പോൾ ആരുഷത്തിൽ മുന്നോട്ട് നീങ്ങാനാഞ്ഞ മിശ്രിയ ഉമ്മാന്റെ സംസാരം കേട്ട് നിന്നുപോയി. ചുണ്ടിൽ മനോഹരമായ ചിരി വിരിഞ്ഞു. ഒരു കുഴപ്പവും ഇല്ല സൈനുത്ത, നല്ലതും ചീത്തയൊക്കെ അവൾക്ക് അറിയാം. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. എനിക്കറിയാം എൻ്റെ കൊച്ചിനെ. ഒന്ന് തോളിൽ കൈയിട്ട് നിന്നാലൊന്നും ഒന്നും സംഭവിക്കില്ല. അവൾക്ക് അത്ര ഉറപ്പുള്ള ആൺപിള്ളേരെ തോളിലേ കൈയിടൂ. ഇനി എന്തേലും തെറ്റ് പറ്റിയാൽ തന്നെ എൻ്റെ വളർത്ത് ശരിയാവഞ്ഞിട്ടാണെന്ന് കരുതി ഞാൻ അങ്ങിട്ട് സമാധാനിക്കും. എന്തേ? തുടരും.